ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്ന് ഞാൻ ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളുടെ ഊഹം ശരിയാണ്. ഞാൻ നമ്മുടെ ടേസ്റ്റ് ടൂറിലെ ഷബ്ന ഹാസ്കറിനെ കാണാൻ അവരുടെ ബുക്ക് റിലീസിൻ്റെ അന്ന് ഷാർജ ബുക്ക് ഫെയറിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച തന്നെയായിരുന്നു ദുബായിലെ ഫിറ്റ്നസ് ചാലഞ്ചിനോടനുബന്ധിച്ചുള്ള ദുബായ് റണ്ണിൻ്റെ മാരത്തോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു കിഡിലൻ ലഡുവിൻ്റെ റെസിപ്പിയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പി നോക്കാം. അതിനുശേഷം നമുക്ക് ദുബായിലെ വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം. ഒരു 2 കപ്പ് കടലപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള ലഡുവിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ പൊടിയിലേക്ക് ഞാനൊരു 2 നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളറും, യെല്ലോ ഫുഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫുഡ് കളറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കളറിനനുസരിച്ച് ചേർക്കണം. ഓരോന്നിനും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണം. ഇനി ഇത് ഒന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഒരു 1.5 കപ്പിനടുത്തൊക്കെ ആയിട്ട് വെള്ളം വേണ്ടി വരും. കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കടലപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലുള്ള ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഹോൾസിലൂടെ ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ബൂന്തി ആയിട്ട് തന്നെ കിട്ടും. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബൂന്തി റെഡിയാക്കാൻ. ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ ബൂന്തിയും റെഡിയാക്കി എടുക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ട്രിപ്പ് ബൂന്തി റെഡിയാക്കുമ്പോൾ അതിൽ കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ബൂന്തി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നല്ല ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട. ഇത് നേരത്തെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ഏലക്കായ ഒന്ന് ചതച്ചതും കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊരു പാകത്തിനുള്ള മധുരമായിരിക്കും. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പും പിന്നെ ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ പഞ്ചസാര യൂസ് ചെയ്യാം. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോഴാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതങ്ങനെ നൂൽപ്പരുവൊന്നും ആകാൻ വെയിറ്റ് ചെയ്യണ്ട. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലൊട്ടുന്ന ഒരു പരുവായാൽ മതി. കൂടുതൽ സ്റ്റിക്കി ആയാൽ നമ്മുടെ ലഡുവും കൂടുതൽ ഹാർഡാകും. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബൂന്തിയിലേക്ക് ഇത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് അരിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഉരുളകളാക്കി ലഡുവാക്കി മാറ്റാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം ഒന്ന് ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ ഉരുളകളാക്കിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആ ലഡുവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോഴത്തിന് നല്ല പാകത്തിന് ഡ്രൈയും ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ലഡുവിലുണ്ടാകുന്ന പോലെ കിസ്മിസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഉരുട്ടുന്ന സമയത്ത് വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് ബ്ലാക്ക് കളർ മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ലഡു റെഡി ആയിട്ടുണ്ട്. ഒരു 16 മീഡിയം സൈസുള്ള ലഡുവും ഒരു കുഞ്ഞു ലഡുവും കിട്ടിയിട്ടുണ്ട്. നല്ല ഈസി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആമസോണിൽ നിന്ന് എനിക്കൊരു പാർസൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാകും, ഇതൊരു വ്ളോഗിങ് ക്യാമറയാണ്. DJI ഓസ്മോ പോക്കറ്റ്. എൻ്റെ യൂട്യൂബ് ജേണിക്ക് വേണ്ടി ഹസ്ബൻഡിൻ്റെ വക ഒരു ഗിഫ്റ്റാണ്.
പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഗിംബലൊക്കെ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ക്യൂട്ടാണല്ലോ, ചെറിയൊരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും വലിപ്പമുള്ളൂ ഇതിന്, നല്ല ക്യൂട്ടാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് വീഡിയോ എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ. കാണാൻ നല്ല ക്യൂട്ടാണ്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങൾ ദുബായ് മാരത്തോണിൽ പങ്കെടുത്തിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഞങ്ങൾ ഓൺലൈൻ വഴി തന്നെ ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ബിബ് കളക്ട് ചെയ്യാൻ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടാണ് ദുബായിലേക്ക് പോയത്. അന്ന് വ്യാഴാഴ്ച ഈവനിങ് ആയത് കാരണം തന്നെ നല്ല ട്രാഫിക്കായിരുന്നു. അബുദാബി ദുബായ് റോഡിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ജബൽ അലിയൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ട്രാഫിക് തുടങ്ങിയിരുന്നു. എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കണം, നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ വൈകി. ദുബായ് റോഡിലുള്ള ട്രാഫിക്ക് ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദുബായ് ഷാർജ റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടാവും എന്നുള്ളത് ആദ്യമേ ഒരു കണക്ക് കൂട്ടലുണ്ടായിരുന്നു. നമ്മൾ അബുദാബിയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് ഗൂഗിൾ കാണിച്ചു തന്നത് ഒരു 7:30 ആകുമ്പോൾ അവിടെ എത്തുന്നായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു 9:45 കേട്ടോ. ഷാർജ എക്സ്പോ സെൻറ്ററിൽ എത്തിയപ്പോഴേക്കും 9:45. ഭാഗ്യത്തിന് ഷബ്ന ഹാസ്കറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ബുക്ക് റിലീസിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. ബുക്ക് റിലീസിങ്ങിൻ്റെ ടൈം 6:30 മുതൽ 7 മണി വരെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ എപ്പോഴോ കഴിഞ്ഞിരുന്നു. എന്നാലും അവരവിടെ DC ബുക്സിൻ്റെ ആ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. ഒരു 10 മിനിറ്റും കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് അവരെ ആരും കാണാൻ പറ്റില്ലായിരുന്നു, അവരൊക്കെ പോവുമായിരുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അവരെവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ കുറേ ഹാളിലൊക്കെ ഒന്ന് തിരഞ്ഞു. പിന്നെയാണ് DC ബുക്സ് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ വേഗം DC ബുക്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും. സബീന സ്പൈസ് ഡയറിയിലെ സബീനയും ഷബ്ന ഹസ്കറും അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റി. ഞാൻ ഫസ്റ്റ് പരിചയപ്പെട്ടത് സബീനനെ ആയിരുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോൾ അവരും ഹസ്ബൻഡും അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ജസ്റ്റ് ഞങ്ങളൊന്ന് പരിചയപ്പെട്ട ഉടനെ തന്നെ അവരവിടുന്ന് ഹാളിൽ നിന്ന് പോയി. പിന്നീടാണ് ഷബ്ന ഹസ്കറിനെ പരിചയപ്പെട്ടതും സംസാരിച്ചതും ഒക്കെ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല കൂളായിട്ട് സിമ്പിളായിട്ടുള്ള ഒരാൾ തന്നെയാണ്. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും എങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന്. കാരണം വീട്ടുകാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 മക്കളുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളും നല്ലതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പ്രായമായ ഉപ്പയമ്മയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളും നോക്കണം. അവർക്കൊരു കുറവില്ലാതെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവരെ നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ യൂട്യൂബ് ചാനലും. യൂട്യൂബിലേക്ക് നമ്മളൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ എത്ര എഫേർട്ട് എടുക്കണം എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. പിന്നെ നാട്ടിലെ ഒരു വീട്ടിലാകുമ്പോൾ ഒരുപാട് പണികളുണ്ടാകും. നമുക്ക് ഇവിടെ ഗൾഫിലൊക്കെ ആകുമ്പോൾ കുറേ പണികൾ കുറവാണ്. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്ത് നല്ല ബാലൻസ് ചെയ്ത് കുടുംബവും യൂട്യൂബ് ചാനലും കുട്ടികളും ഒക്കെ ആയിട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഓരോ ദിവസവും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഇങ്ങനെ കൂടി വരികയാണ്. സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. മാഷാഅല്ലാ, ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ പോകാൻ സാധിക്കട്ടെ. ഇതാണെന്ന് പബ്ലിഷ് ചെയ്ത റെസിപ്പി ബുക്ക് ജനപ്രിയ രുചികൾ. ഇതിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ലിങ്ക് വരും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റെസിപ്പി ഏത് വീഡിയോയിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് എത്തും. അപ്പോൾ ബുക്ക് വായിക്കുന്നവർക്ക് വീഡിയോ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് അവിടെ എത്തിയതെന്ന്. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ, എൻ്റെ ഒരു കസിൻ ഉണ്ടല്ലോ ദുബായിൽ, എൻ്റെ ഒരു മുമ്പത്തെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ പിന്നെ കുറേ ലേറ്റായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ഫെയറിന് പോയി. ജസ്റ്റ് അവിടേക്ക് ഒന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്ന് വേഗം പോയി. കുറേ ബുക്കൊന്നും സെലക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫേസ്ബുക്ക് വഴി പരിചയമുള്ള 1-2 എഴുത്തുകാരുടെ ബുക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് മാത്രം പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചുപോയി. അപ്പോൾ അതിലൊരു ബുക്കാണിത്, സജ്നയുടെ കഥകൾ. ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ഒരു ഇത്തയുടെ ബുക്കാണ്. പിന്നെ ഒന്നീ പതിച്ചി എന്ന് പറഞ്ഞ ബുക്ക് R ഷാഹിനയുടേതാണ്. ഈ ബുക്ക് ഞാൻ എഴുത്തുകാരിയിൽ നിന്ന് തന്നെയാണ് ഒപ്പിട്ട് വാങ്ങിയത്. അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ബുക്കും ഞാൻ വായിച്ചിട്ടില്ല അഭിപ്രായം പറയാൻ. പക്ഷേ നല്ല റിവ്യൂ ഉള്ള ബുക്കാണ് രണ്ടും. പുസ്തകങ്ങൾ വാങ്ങാനും വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ വായിച്ചു തീരാത്ത 2 പുസ്തകങ്ങൾ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് എനിക്ക് അവിടുന്ന് കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റാത്തതിൽ പിന്നെ കൂടുതൽ വിഷമമായില്ല. ഈ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ ചാരന്മാർ, മറ്റൊന്ന് യച്ചുമക്കുട്ടിയും.
നല്ല റിവ്യൂ ഉള്ള 2 പുസ്തകങ്ങളാണ്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് എച്ചുമ്മക്കുട്ടിയാണ്. ഈ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറഞ്ഞ പുസ്തകം റേഡിയോ മിർച്ചിയിലെ RJ ജോസഫിൻ്റേതാണ്. ഇതവിടെ ഉണ്ടായിരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ടെഴുതിയ ഖുറാനാണ്. ഖുറാന് തുറന്നു കണ്ടില്ല, അത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. റിബണൊക്കെ കെട്ടി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കുറേ ലേറ്റ് ആവുന്നതല്ലേ, അപ്പോൾ ഞങ്ങൾ ഫുഡിന് ഉണ്ടാവില്ല എന്ന് ആദ്യം തന്നെ അവരോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ നല്ല മുളകരച്ച് ചുട്ട ചിക്കനും കുബൂസൊക്കെ കഴിച്ച് അവരുടെ അടുത്തേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 6:45 ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള മാരത്തോൺ റണ്ണ്. ഞങ്ങൾ താമസിച്ചിരുന്നത് കരാമയിലായിരുന്നു. അവിടുന്ന് ഒരു ഏകദേശം 2.5 കിലോമീറ്റർ നടന്നാൽ ട്രേഡ് സെൻറ്റർ എത്തും. അപ്പോൾ ട്രേഡ് സെൻറ്റർ ആയിരുന്നു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഞങ്ങളൊരു 6:30 ആകുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ ഫുള്ളായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. 10 കിലോമീറ്റർ റണ്ണും ഉണ്ടായിരുന്നു, 5 കിലോമീറ്റർ റണ്ണും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പങ്കെടുത്തത് 5 കിലോമീറ്ററിനായിരുന്നു. എല്ലാ വിധത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. ചെറിയ കുഞ്ഞു മക്കളൊക്കെ കൊണ്ട് ആളുകൾ വന്നിരുന്നു. 5 കിലോമീറ്റർ ഒരു ഫൺ റണ്ണായിരുന്നു. ദുബായ് ഷെയ്ഖ് സായിദ് റോഡ് ക്ലോസ് ചെയ്തിട്ട് അവിടെയായിരുന്നു മാരത്തോണ്. എല്ലാവരും ഷെയ്ഖ് സായിദ് റോഡ് ഇങ്ങനെ ഫ്രീ ആയി കിട്ടിയതിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു. ശരിക്കും 5 കിലോമീറ്റർ റണ്ണൊരു ഫണ്ണി റണ്ണ് തന്നെ ആയിരുന്നു. എല്ലാവരും സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഓരോരുത്തർ സെൽഫിയൊക്കെ എടുക്കുന്നത് കണ്ടാൽ നമ്മൾ ആകെ ചിരിച്ചു പോകും. നിലത്ത് കിടന്നിട്ടൊക്കെ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് മുതലാക്കി. നിന്നും ഇരുന്നും ചെരിഞ്ഞും മറിഞ്ഞും കിടന്നും ഒക്കെ സെൽഫി എടുത്ത് എല്ലാവരും മുതലാക്കി. ഈ 5 കിലോമീറ്റർ ആകെ കുറച്ച് പേരെ ഓടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും നല്ല റിലാക്സ് ചെയ്ത് നടന്ന് സെൽഫിയൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിട്ടാവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 24 മണിക്കൂറും വണ്ടികൾ നിർത്താതെ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു. ദുബായിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്, പറഞ്ഞാലും ഒന്നും തീരില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ദുബായ് വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്താം. എന്നിട്ട് ദുബായിൽ പോയതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പോരാ, എനിക്കിത് സ്പെഷ്യലാണ്. ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് ചെറിയ മാന്തൾ, കുഞ്ഞു മാന്തളാണ്. എൻ്റെ ഫേവറേറ്റ് ഫിഷാണ്. ഈ മീൻ നമ്മുടെ നാട്ടിൽ ഒരു സീസണായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇതിവിടെ UAE കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ അങ്ങനെ ഉണ്ടാവാറേ ഇല്ല. വല്ലപ്പോഴൊക്കെ ലുലുവിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അബുദാബിത്തെ ലുലുവിലാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇപ്രാവശ്യം ദുബായിൽ പോയപ്പോൾ കിട്ടി. എൻ്റെ ഫേവറേറ്റ് ഫിഷാണ്. എനിക്ക് തോന്നുന്നത് ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ മീൻ തന്നെയാകും ഫേവറേറ്റ്. ഇതിങ്ങനെ ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തിട്ട് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതുപോലുള്ള പല കാര്യങ്ങളും മിസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രവാസ ജീവിതം ഒരു പ്രയാസ ജീവിതമായി മാറുന്നത്. എന്നാലും നമുക്കുള്ളതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാം. അങ്ങനെ ഇപ്രാവശ്യത്തെ ദുബായ് പോക്കുകൊണ്ട് ഒരുപാട് നല്ല മെമ്മറീസും കിട്ടി. ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഫേവറേറ്റ് ഫിഷും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.